ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യക്ക് ഒരു അച്ഛനുണ്ടെന്ന് മനസ്സിലാക്കി വിഷ്ണു ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടുകയാണ് കേട്ടോ. സത്യഭാമ പറയാണ്, ഇനി അങ്ങനെ ഒരു പെണ്ണിനെ നിനക്ക് എന്തിന്, പേരുദോഷം വരുത്തുന്ന ഒരു പെണ്ണിനെ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് നീ കൊണ്ടു നടക്കുന്നതിനേക്കാൾ നല്ലത് നീ ഡിവേഴ്സ് ചെയ്യുന്നതല്ലേ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായി വിഷ്ണു അത് മതി എന്നുള്ള ആ മറുപടി നൽകുകയാണ് കേട്ടോ. ഈ സമയം ശ്യാമ അതിൽ ഇടപെടുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, ഇവിടെ എന്തോ ഒരു പ്രശ്നമാണ്, അല്ലാതെയും കണ്ടിട്ട് ഒരിക്കലും എൻ്റെ കുഞ്ഞേച്ചി വേറെ ഒരാളെ ഭർത്താവായി സ്വീകരിക്കില്ല, വേറൊരുത്തനുമായി ബന്ധമില്ല, സത്യയുടെ അച്ഛൻ ആരെന്ന് എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ വീണ്ടും ക്ഷമ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം രാഘവൻ പറയുന്നുണ്ട് എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്ന് പറയുമെങ്കിലും കൂടിയിട്ട് സത്യഭാമയും വിഷ്ണു ഒരു പൊടിക്ക് വിടില്ല കേട്ടോ. വിഷ്ണു ആ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടുകയാണ്. എന്നാൽ ഈ സമയം ഇത് കണ്ടു നിൽക്കാൻ ശ്യാമക്ക് കഴിയില്ല കേട്ടോ. പിന്നീട് വിഷ്ണു എണീറ്റ് പോകുമ്പോൾ പറയണേ, ഇനി അവൾ എന്ന ആ ഒരു വൃത്തികെട്ടവൾ എൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ ഭാര്യയായി, എൻ്റെ പ്രാണനായി, എൻ്റെ ഹൃദയം കൊണ്ടു നടക്കുന്നത് പോലെ ഞാൻ അവളെ കൊണ്ടു നടന്നു. എൻ്റെ പ്രാണൻ, എൻ്റെ വായു, ഇതൊക്കെ അവളായിരുന്നു. പക്ഷേ ഇനി എനിക്ക് അവളെ വെറുപ്പാണ്. ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അവളെയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് ശ്യാമ ആകെ സങ്കടത്തിലാവാണ്. ശ്യാമക്ക് സഹിക്കില്ല. ഈ സമയം എടി, നീ കുറേയായി നിന്റെ കുഞ്ഞേച്ചിയുടെ മധുഹ് പറഞ്ഞ് പിന്നെയും ഞങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. ഇനി നിന്റെ കുഞ്ഞേച്ചിയുടെ പുകഴ്ത്തൽ ഇവിടെ പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞേച്ചി എന്ന ആ പേര് നിനക്ക് ചേച്ചിയായി എടുക്കാം. പക്ഷേ ഇവിടെ എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയല്ല അവൾ, ഇനി അവൾ ആവാനും പാടില്ല എന്നുള്ള തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ ഇന്ന് തന്നെ നിന്റെ കുഞ്ഞേച്ചിയോട് ഇതിൽ ഒപ്പിട്ടിട്ട് പെട്ടെന്ന് ഡിവേഴ്സിന് ഞാനുള്ള പരിപാടികൾ നോക്കിക്കോളാം എന്ന് പറയണം കേട്ടോ. ഈ സമയം ക്ഷമയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോവാണ്. അങ്ങനെ താൻ റൂമിൽ ചെല്ലുമ്പോൾ തൻ്റെ പ്രതിരൂപം, അതായത് തൻ്റെ മനസ്സാക്ഷി ശ്യാമയുടെ മുന്നിൽ വരാൻ കേട്ടോ. എന്നിട്ട് ശ്യാമേ എന്നുള്ള ആ വിളി വരികയാണ്. ഇതോടുകൂടി ശ്യാമ ഞെട്ടി എണീക്കാണ്. എന്താ എന്ന് ചോദിക്കാണ് കേട്ടോ. നീ ചെയ്യുന്നത് ശരിയാണോ? നീ നിന്റെ ജീവിതം നീ ദൃഢമാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ, നിന്റെ ചേച്ചിയുടെ ജീവിതം നീ എന്തിന് തകർക്കുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ശ്യാമ, ഞാൻ ഒരിക്കലും എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർത്തിട്ടില്ല, പിന്നെ നീയല്ലാതെ വേറെ ആര്? ഇവിടെ വിഷ്ണുവും തെറ്റിദ്ധാരണയിലൂടെയാണ് പോകുന്നത്, സത്യഭാമയും തെറ്റിദ്ധാരണയിലൂടെയാണ്. എന്നാൽ തൻ്റെ കുഞ്ഞനുജത്തിയുടെ ജീവിതം തകരുമെന്ന് ശ്യാമയുടെ ജീവിതം തകരുമെന്ന് ശാലിനി കരുതി ശാലിനി നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവിതം പോലും അങ്ങ് മറന്ന് നിനക്ക് വേണ്ടിയല്ലേ അവൾ ഇതൊക്കെ ചെയ്ത്, അതുകൊണ്ട് നീ അവളുടെ ജീവിതം തകരുന്നത് കണ്ടു നിൽക്കുകയാണ്. സത്യയുടെ അച്ഛൻ ആരാണെന്ന് എല്ലാവരേക്കാൾ കൂടുതൽ നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയണേ, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? നീ തന്നെ ഇതിന് പ്രതിവിധി കണ്ടെത്താനുള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയണ്ട. അപ്പൊ തൻ്റെ ആ ഒരു മനസാക്ഷിയോട് ശ്യാമ പറയാണ്, അത് ഞാൻ എന്ത് കണ്ടെത്താനാണ്? ഞാൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഞാനിതിവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ നിന്ന് ഇറങ്ങേണ്ടി വരും. സത്യഭാമ അങ്ങനെയാണ്, എന്തും സഹിക്കും സത്യഭാമ, പക്ഷെ കള്ളം പറയുന്നവരെ കൂടെ നിർത്തില്ല. സത്യഭാമ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞേച്ചിയെ ഈ വീട്ടിലോട്ട് കയറ്റുമ്പോൾ ഒരുപക്ഷെ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കും. പക്ഷേ ഒരുപക്ഷെ എൻ്റെ കുഞ്ഞേച്ചി കയറുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യഭാമ രണ്ടുപേരും ഒരുപോലെ സത്യഭാമയെ കബളിപ്പിച്ചതിൽ എന്നെയും എൻ്റെ കുഞ്ഞേച്ചിയുടെയും ജീവിതം തകർക്കും. അപ്പോൾ പപ്പിമോൾ എന്താവും എന്നൊക്കെ ഇങ്ങനെ ആ ചിന്ത വരാൻ കേട്ടോ. പിന്നീട് തൻ്റെ മനസ്സാക്ഷി തൻ്റെ മുന്നിൽ നിന്നങ്ങ് പോകുമ്പോൾ പിന്നീട് ശ്യാമയുടെ ഉള്ളിൽ കടന്നുകൂടുന്നത് തൻ്റെ മരണം തന്നെയാണ് ഇതിനെല്ലാം പ്രതിവിധി. തൻ്റെ മരണത്തിലൂടെ തൻ്റെ കുഞ്ഞേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാവും. അങ്ങനെ ആവട്ടെ. ഇത്രയും കാലം കുഞ്ഞേച്ചിയുടെ മകളെയും വെച്ച് താൻ മുന്നോട്ടൊരു ജീവിതം നയിച്ചവളാണ്. അത് ചെയ്ത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് ആ തെറ്റ് ഇനിയെങ്കിലും ഞാൻ തിരുത്തിയില്ലെങ്കിൽ കുഞ്ഞേച്ചിയുടെ മരണമായിരിക്കും എനിക്ക് മുന്നിൽ കാണാൻ കഴിയുക. പിന്നീട് എനിക്ക് മനസമാധാനത്തോടു കൂടി ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല, ഞാനൊരു ഭ്രാന്തിയായി മാറും എന്ന് ശ്യാമ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ ശ്യാമ അവിടെ നിന്നും അങ്ങ് ഇറങ്ങാണ്. പിന്നീട് ഒന്നും നോക്കില്ല, ആരും ഉണ്ടാവില്ല. ശ്യാമ ഇറങ്ങുന്ന സമയത്ത് ശ്യാമ അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് റോഡിലൂടെ ശ്യാമ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശ്യാമയുടെ മുന്നിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്ന് ആലയടിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. നീ നിന്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം തകർത്തില്ലേ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങൾ ഇങ്ങനെ തൻ്റെ ചെവിയിൽ ആരൊക്കെയോ വന്ന് പറയുന്നത് പോലെ ഇങ്ങനെ തോന്നുന്നു കേട്ടോ. പിന്നീട് ശ്യാമ നേരെ പോവാണ്. എന്നാൽ ഈ സമയം ഇത് അനുപല്ലവി കാണണം കേട്ടോ. പരിസരബോധമില്ലാതെ ശ്യാമ പോകുന്നത് കാണുമ്പോൾ അനുപല്ലവി പെട്ടെന്ന് ശാലിനിക്ക് വിളിക്കണം കേട്ടോ. ശാലിനി, നിന്റെ അനിയത്തി ഈ റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടു എന്ന് പറയും കേട്ടോ. ഞാൻ ഒരുപാട് വിളിച്ചിട്ടും അവർ വിളി കേട്ടില്ല, ഒരു പരിസരബോധമില്ലാതെ അവർ പോകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏത് വഴിയിലെന്ന് ചോദിക്കുകയാണ്. ആ സൂയിസൈഡ്
പോയിന്റ് ഇല്ലേ, അവിടെ കൊക്ക, അവിടെ ആ ഭാഗത്തോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മലമുകളിലോട്ട് അവൾ കയറി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ശാലിനി പിന്നീട് ഒന്നും നോക്കില്ല. ശാലിനി അവിടെ നിന്ന് പെട്ടെന്ന് ഓടാണ്. ഇതേ സമയം ശാലിനാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ മോളെ, നീ എങ്ങോട്ട് എപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ, ധൃതിപ്പെട്ട് നീ എങ്ങോട്ടേക്ക് പോകുന്നു, അതൊക്കെ അമ്മ പിന്നെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങണിട്ടോ. എന്നാൽ മലമുകളിൽ കയറിയ ഷാമയുടെ മനസ്സിൽ ഇനി എൻ്റെ കുഞ്ഞേച്ചി ജീവിക്കട്ടെ, പാവം, അത് എൻ്റെ ജീവിതത്തിന് വേണ്ടി അതിൻ്റെ ജീവനും പോലും മാറ്റിവെച്ച് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നപ്പോൾ അതിൻ്റെ മനസ്സ് കരയുമ്പോൾ ഒന്ന് നെഞ്ചിലുള്ള ഭാരം ഇറക്കി വെക്കാതെ എത്രയായി ബുദ്ധിമുട്ടുന്നു. ഇപ്പം മകളുടെയും മുന്നിലും അതുപോലെ തന്നെ അച്ഛനെ കാണാത്ത ആ മകള് അച്ഛൻ വേറെയാണെന്ന് കരുതി വിഷ്ണുവേട്ടന് സത്യഭാമ എന്ന് എൻ്റെ കുഞ്ഞേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കാണാൻ ഇനി എനിക്ക് കഴിയില്ല. എല്ലാത്തിനും ഒരു ഉത്തരമാവട്ടെ എന്ന് പറഞ്ഞ് ആ മലമുകളിൽ നിന്നും ശ്യാമ ചാടുകയാണ് കേട്ടോ. പിന്നീട് ശാലിനി എത്തുമ്പോഴേക്കും ശ്യാമ ചാടുന്ന ആ സീനായിരിക്കും. മലമുകളിൽ നിന്ന് താഴോട്ട് ചാടുന്ന ശ്യാമയായിരിക്കും ഇത് വണ്ടി നിർത്തുന്ന ആ കാർ പോയിന്റിൽ തന്നെ വന്നിട്ട് ശ്യാമ വീഴുന്ന കേട്ടോ. ഇതോടുകൂടി മോളെ നീ എന്ത് പണിയാണ് ചെയ്തത്, നീ എന്തിനാണ് ഇത് ചെയ്തത്, എന്തിനാണ് ഇനി ഈ ക്രൂരത ചെയ്യാൻ നിന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞേച്ചിയോട് ഒരുപാട് ക്രൂരത ചെയ്തു കുഞ്ഞേച്ചി, ഇനി കുഞ്ഞേച്ചി സത്യക്ക് മുന്നിലും വിഷ്ണുവേട്ടന് മുന്നിലും സത്യഭാമക്ക് മുന്നിലും ഇനി ഒരു വൃത്തികെട്ടവൾ എന്ന പേര് ഒരിക്കലും കുഞ്ഞേച്ചിക്ക് ഉണ്ടാവാൻ പാടില്ല. സത്യയുടെ അച്ഛനാണ് ആരാണെന്ന് സത്യയോട് പറയണം, വിഷ്ണുവേട്ടനോട് പറയണം, സത്യങ്ങളെല്ലാം ഇനി തുറന്നു പറഞ്ഞേക്ക്. ഞാൻ ഇനി ജീവിതം മടുത്തു, എനിക്കെല്ലാം കൊണ്ടും മടുത്തു, ഈ ഭാരം നെഞ്ചിലേറ്റി മടുത്തു, എനിക്കിനി ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയലും ക്ഷമയുടെ ബോധം പോലും ഒപ്പമാവുന്നു കേട്ടോ. പിന്നീട് തൻ്റെ കുഞ്ഞനുജത്തിയെ കൈകളിൽ കോരിയെടുത്ത ശാലിനി മോളെ എന്നും പറഞ്ഞ് കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് പോകണേട്ടാ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നുണ്ട്. പിന്നീട് രോഹിത്തെ നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപേന്ദ്രൻ്റെ കീഴിലുള്ള ഈ ഒരു ഇതുണ്ടല്ലോ അതിൽ കിടന്ന രോഹിത്ത് ഇങ്ങനെ സിംഗപ്പൂർ അവിടെ ഇവിടെ താൻ വലിയൊരു ബിസിനസ് മാൻ ആവുന്ന ആ ഒരു ഇതൊക്കെ ആയിരിക്കട്ടെ, കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നു ഈ രോഹിത്തിന്. അങ്ങനെ രോഹിത്തിന് വിളിക്കാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ എന്താ ശാലിനി എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയട്ടെ, ഇന്ന ഹോസ്പിറ്റലിൽ ഞാനുണ്ടെന്ന് പറയണേ. എന്ത് എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയും കൂടെയുണ്ട്. എന്താ പ്രശ്നം, ശ്യാമ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ എന്താ അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടോ, എനിക്കറിയില്ല അമ്മേ എന്നും എനിക്കറിയില്ല സത്യാമ്മേ എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ആ ഹോസ്പിറ്റലിലോട്ട് എത്തണേട്ടാ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇനി ഡോക്ടർ കാര്യങ്ങൾ പറയുന്ന ആ ഒരു ഡോക്ടറോട് ശാലിനി കാര്യങ്ങൾ പറയുന്ന ആ ഒരു സീൻ ഉണ്ടാവുന്നത് കേട്ടോ. അതായത് ഇവരുടെ ഡെലിവറി എടുത്ത ആ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിനക്കൊരു ജീവിതം വേണ്ടേ, നീ എന്തിന് സത്യയുടെ അച്ഛനെ മറച്ചു വെക്കുന്നത്, അതിനെക്കുറിച്ചുള്ള റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അങ്ങനെയാണ് ഇനി സത്യഭാമയുടെ കണ്ണ് തുറക്കുന്നത്. സത്യഭാമ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട്, അത് തൻ്റെ കുടുംബത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണെന്ന് സത്യഭാമക്ക് മനസ്സിലാവുന്നു കേട്ടോ. പിന്നീട് സത്യഭാമ സുസ്മിത പറഞ്ഞ ആ വാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർത്തെടുക്കണം. എന്നാൽ ഇതിനിടയ്ക്ക് ഇനി സത്യഭാമക്ക് തൻ്റെ വീട് നഷ്ടപ്പെടുന്ന ആ ഒരു സീന് വരുന്നുണ്ട്. ഉപേന്ദ്രൻ ചതിക്കുകയാണെന്നുള്ള പലവട്ടം രാഘവൻ ഉയർത്തി കാണിച്ചിട്ടും അത് കണ്ണിൽ കാണാതെ അതിൽ ആർത്തിയോടുള്ള ആ ഒപ്പിടൽ ഇനി സത്യഭാമയെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ.